മാലിക് ദിനാർ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഒരു ദിവസം വിളിച്ചു പറയുമല്ലോ, ഈ ഒരുമിച്ച് കൂടിയ ഞാനും നിങ്ങളും എല്ലാവരും ഒരു ദിവസം മരിക്കുമല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ മരണവാർത്ത വിളിച്ചു പറയുകയാണ്. എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എല്ലാ കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും വീട്ടിലേക്ക് കടന്നു വന്നു. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുമല്ലോ. അവസാനം നമ്മുടെ ജനാസ കുളിപ്പിച്ചു. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിയുകയാണ്. പടച്ചവനെ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തുകയാണ്. പള്ളിയിൽ നിന്ന് ഉസ്താദന്മാര് വന്നു, കുടുംബക്കാര് വന്നു, നാട്ടുകാര് വന്നു, സ്നേഹിക്കുന്നവര് മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ആരോ ചോദിക്കുകയാ, പഞ്ഞി എവിടെ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തു കട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. പടച്ചവനെ പഞ്ഞി കിടക്കുകയാ, മൂക്കിന്റെ ദാരത്തില് പഞ്ഞി വെക്കുകയാണ്. അതാ 3 കഷ്ടം വെള്ള തുണിയിൽ നിങ്ങളുടെ ജനാസ പൊതിയുകയാണ്. മാലിക് ദിനാർ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്ത് കട്ടില് വീടിന്റെ പുറത്ത് കിടക്കുന്നുണ്ട്. പടച്ചവനെ ആരോ പറയുകയാണ്, ജനങ്ങളൊക്കെ കണ്ടത് മതി പൊതിയാൻ പറയുകയാ. അവിടെന്ന് ജനാസ പൊതിഞ്ഞു. ഈ കൊണ്ടുവച്ചിരിക്കുന്ന മയ്യത്ത് കട്ടിലേക്ക് നിന്റെ ജനാസ എടുത്ത് കിടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു മരണ വീട്ടിലെ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം അപ്പോഴാ. ഏത് കരയാത്തവനും കരഞ്ഞു പോകുമല്ലോ. എല്ലാവരും പൊട്ടിക്കരയുന്ന സമയമാണ്. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇച്ചാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നിലവിളിക്കുകയാണ്. ഒരാളും പരിഗണിക്കുന്നില്ല. ആ മയ്യത്ത് കട്ടിൽ അവിടെന്ന് ചുമക്കുകയാണ്. ആ മയ്യത്ത് കട്ടിൽ നിന്റെ 6 പേര് ചുമലിലേക്ക് കയറ്റുമ്പോ അവിടെ വെച്ച് തീർന്നടോ. ഉമ്മയും നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധം അവിടെ നിന്ന് തീരുകയാ. പടച്ചവനെ ഒരുപാട് ജനങ്ങൾ മരണ വീട്ടിൽ വന്നിരുന്നു. പക്ഷേ മയ്യത്തെടുത്ത് കഴിയുമ്പോ വന്നവരെല്ലാവരും മാലിക് ദിനാർ പള്ളിയിലേക്ക് കടന്നു വരുന്നില്ല. ആ വന്നവരിൽ നിന്ന് ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേര് നിന്റെ കുടുംബക്കാര് ജനാസയുടെ പുറകിൽ വരികയാണ്. പള്ളിയിൽ കൊണ്ടുവച്ചു. പടച്ചവനെ ഒതുപെടുത്തു. പള്ളിക്കകത്ത് കയറി. പടച്ചവനെ മജീദ് ബാക്കവി ഉസ്താദ് കടന്നു വന്നു. മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അവിടുന്ന് ദുആ ചെയ്തു. 4 തക്ബീറുകൾ പറഞ്ഞുകൊണ്ട് മയ്യത്ത് നമസ്കാരം അവിടുന്ന് പൂർത്തീകരിക്കുകയാ. അതാ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. അവിടുന്ന് ജനാസ പിന്നെ പള്ളിപ്പറമ്പിലേക്ക് എടുക്കുമ്പോ പള്ളിയിൽ വന്നവരിൽ നിന്ന് കുറച്ചു പേര് പിരിഞ്ഞു പോവുകയാ. പിന്നെ കുറച്ചു പേരാണ് വരുന്നത്. അവര് പള്ളിപ്പറമ്പിലേക്ക് വന്നു. പടച്ചവനെ ജനാസ ഖബറിലേക്ക് ഇറക്കി വെച്ചു. അത് കഴിഞ്ഞു മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞ് പിടിമണ്ണ് വാരിയിട്ട് ഖബറിന്റെ മുകളിൽ മണ്ണ് വെട്ടിയിടുമ്പോ അവിടുന്ന് പിന്നെയും ഒരു വിഭാഗം പിരിഞ്ഞു പോവുകയാണ്. അവസാനം ഒരു ചെറിയ ന്യൂനപക്ഷം അവര് ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാ. ഖബറടക്കി, ചെടി നട്ടു, വെള്ളമൊഴിച്ചു. ഉസ്താദ് ഫാത്തിഹ ഓതി ദുആ ചെയ്തു. പടച്ചവനെ അവസാനം ദുആ ചെയ്ത് കഴിയുമ്പോ നിന്റെ വാപ്പയാകട്ടെ, നിന്റെ ഉമ്മയാകട്ടെ, നിന്റെ മക്കളാകട്ടെ, നിന്റെ കൂടപ്പറപ്പാകട്ടെ, നീ എത്ര കണ്ട് സ്നേഹിച്ചവരാകട്ടെ, എല്ലാവരും നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുവന്നു പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കുടിച്ചിട്ടിട്ട് അതാ മണ്ണ് വാരിയിട്ട് വെള്ളവും ഒഴിച്ച് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ
എല്ലാവരും സലാം പറഞ്ഞ് പിരിയുകയാണ്. മഅസലാമാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് നിന്നെ കുടിച്ചിടുകയാ. നീയാണെങ്കിൽ ജീവിതത്തിൽ ഒറ്റയ്ക്ക് കടന്ന് ശീലമില്ലല്ലോ, ജീവിതത്തിൽ നീ ഒറ്റയ്ക്ക് കടന്നിട്ടേ ഇല്ല. പടച്ചവനെ, മാതാപിതാക്കള്, കൂടപ്പറപ്പുകള്, കുടുംബക്കാര്, ഭാര്യ, മക്കള്, കൂട്ടുകാരുടെ കൂടെ ജീവിച്ചവനാണ്. പടച്ചവനെ, നിന്നെ കൊണ്ടുവന്ന് 6 അടി മണ്ണിന്റെ ഒരു കുടിക്കകത്ത് ഇറക്കി കടത്തി പലക നിരത്തി മണ്ണിട്ട് പൂടിയിട്ട് എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ അവിടെയല്ലേ നിനക്ക് സഹായം വേണ്ടത്, അവിടെയല്ലേ കൂട്ടുകാരന് വേണ്ടത്, അവിടെയല്ലേ യഥാർത്ഥ സ്നേഹബന്ധത്തിന്റെ കഥ പറയാൻ കഴിയുന്നത്. പടച്ചവനെ, ജീവിതത്തിൽ ഒറ്റപ്പെട്ട് കബറിനകത്ത് കിടക്കുമ്പോ നീ സ്നേഹിച്ചവരെല്ലാം ആ കബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു മടങ്ങി പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇവരെയാണോ സ്നേഹിക്കേണ്ടത്? ഇവരെയാണോ സ്നേഹിക്കേണ്ടത്? നിന്നെ കൊണ്ടുവന്ന് കബറിനകത്ത് കബറിനകത്ത് ഇട്ടിട്ട് പോകുന്നവരെയാണോ സ്നേഹിക്കേണ്ടത്? അതോ നിന്നെ ഒരിക്കലും കൈവിടാത്ത നിന്റെ ദുനിയാവിലെ ജീവിതം, പടച്ചവനെ, ദുനിയാവിൽ ജീവിക്കുമ്പോ നിന്റെ കൂടെ നടന്ന് പടച്ചവനെ, നിന്റെ മരണസമയത്തും നിന്റെ കബറിനകത്തും നിന്റെ പരലോകത്തും നിന്റെ മസ്സറയിലും നാളെ സിറാത്തിലും മീസാനിലും അല്ലാഹുവിന്റെ സ്വർഗ്ഗം വരെ കൊണ്ടുപോകുന്നവരെയല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, പെരുവഴിയിൽ കളഞ്ഞു പോകാത്ത, പെരുവഴിയിൽ നിന്നെ കളഞ്ഞിട്ട് പോകാത്ത ഒരു കൂട്ടുകാരന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരികയാ. നിന്റെ പെരുവഴിയിൽ കളഞ്ഞിട്ട് പോകില്ല. നിന്റെ ജീവിതത്തിന്റെ പകുതിയിൽ പ്രതിസന്ധിയുടെ സമയത്ത് നിന്നെ കൈവിട്ടിട്ട് പോകുന്ന ഒരു കൂട്ടുകാരനല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു കൂട്ടുകാരെ പറഞ്ഞു തരികയാ. കൂട്ടുകാരാക്കാൻ കഴിയുമോ? സ്നേഹിക്കാൻ കഴിയുമോ? അവരുടെ കൂടെ കൂടാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ദുഃഖത്തിലും സന്തോഷത്തിലും നിന്റെ കൂടെയുണ്ട്. പടച്ചവനെ, നിന്റെ മരണസമയത്ത് നിന്റെ അടുക്കൽ വന്നിരുന്ന് നിനക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു തരുമല്ലോ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൂടെ വരുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അവരാരാണെന്നറിയോ? അവരാരാണെന്നറിയോ? ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുമറൂൻ. അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകളെ കൂട്ടുകാരാക്കാൻ കഴിയണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ബാപ്പമാരെ, അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ? അല്ലാഹുവിന്റെ മലക്കുകളെ സ്നേഹിക്കാൻ പറ്റുമോ? നീ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ആരെയും അറിയോ? ഈ സിറാജിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് വാപ്പാനെയല്ല, ഉമ്മാനെയല്ല, പിന്നെ ആരെയാണ് പരിചയപ്പെട്ടതെന്നറിയോ? എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് മാസങ്ങൾ മാത്രം പ്രായമുള്ളപ്പോ എന്റെ ഉമ്മാടെ ഗർഭാശയത്തിന്റെ അകത്തൊരു മലക്ക് കിടന്നു വന്നല്ലോ. ആ മലക്കാണ് എനിക്ക് റൂഹ് ഊതിയത്, ആ മലക്കാണ് എനിക്ക് റിസ്ക് എഴുതിയത്, ആ മലക്കാണ് എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ എഴുതി വെച്ചത്. ഞാൻ എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് മരിക്കുമെന്ന് എന്റെ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുന്ന സമയത്തും മലക്ക് വന്ന് എഴുതി വെച്ചല്ലോ. അവിടെ വെച്ചാടോ ഞാനും നിങ്ങളും മലക്കുകളെ പരിചയപ്പെട്ടത്. ആ ഉമ്മാടെ ഗർഭാശയത്തിൽ കിടന്ന് മലക്കുകളെ പരിചയപ്പെട്ടല്ലോ. 9 മാസക്കാലം കഴിഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ അതാ നമ്മുടെ രണ്ട് ചുമലുകളുണ്ടല്ലോ. ഈ ചുമലിന്റെ മുകളിൽ 2 മലക്കുകൾ കയറിയിരിക്കുന്നുണ്ട്. പടച്ചവനെ, അവർ ഉറങ്ങാറില്ല, ഒരു നിമിഷം പോലും അവിടെ നിന്ന് മാറാറില്ല. രാവും പകലും 36 കൊല്ലം കൊണ്ട് 2 മലക്കുകൾ എന്റെ ചുമലിൽ കയറിയിരിക്കുകയാ. ഒരു നിമിഷം പോലും അവരെന്നെ വിട്ടുപിരിയാറില്ല. 36 കൊല്ലമായിട്ട് അവരെന്റെ കന്റെ 2 തോളിൽ ഇരിക്കുകയാണ്. പടച്ചവനെ, ഇനി ഞാൻ മരിച്ചാൽ ആദ്യം കരയുന്നത് എന്റെ ഉപ്പയല്ല, എന്റെ ഉമ്മയല്ല, എന്റെ ഭാര്യ മക്കളല്ല, എന്റെ കൂടപ്പിറപ്പല്ല. ഒരു യഥാർത്ഥ വിശ്വാസിയായ മനുഷ്യൻ മരിച്ചാൽ അവന്റെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകൾ കരയുകയാ. അവന്റെ
ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ, അല്ലാഹുവേ ഞങ്ങളുടെ നല്ല കൂട്ടുകാരന് പിരിഞ്ഞു പോയല്ലോ നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകളെ കരയുകയാണ്. നമ്മളെ പിരിയുന്ന സങ്കടത്തില്, നമ്മളെ വിട്ട് പിരിയുന്ന സങ്കടത്തില് അവര് കരയുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവനെ വല്ലാത്ത ഇഷ്ടമാണോ? മലക്കുകള് സിറാജിനെ നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണോ? മലക്കുകൾ പറയുന്നു, അല്ലാ ഞങ്ങളുടെ നല്ല കൂട്ടുകാരനായിരുന്നു പടച്ചവര്, പിരിഞ്ഞു പോയല്ലോ, ഞങ്ങളോട് വിട്ട് പിരിഞ്ഞല്ലോ. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുകയാ, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ദുനിയാവിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യ്. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ ഈ ദുനിയാവിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യൂ. ആർക്ക് വേണ്ടി? മരണപ്പെട്ടു പോയ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. പടച്ചവനെ ഇതുപോലെ സ്നേഹിക്കുന്ന മലക്കുകളെയല്ലേ കൂട്ടുകാരാക്കേണ്ടത്? അവര് കബറിനകത്ത് വരുമടോ, പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ആ മലക്കുകൾ നമ്മുടെ കബറിനകത്ത് വരുമല്ലോ, നമുക്ക് സഹായമായിട്ട് വരുമല്ലോ. പടച്ചവനെ